താൻ നേരിട്ട കൊടിയ വേദനകളൊക്കെ വെറും നുണക്കഥയാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പരിഹസിച്ചവർക്കായി വിചാരണ കോടതി വിധി സമർപ്പിച്ച് അതിജീവിത. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ സമൂഹമാധ്യമത്തിലൂടെയാണ് അതിജീവിതയുടെ ആദ്യ പ്രതികരണം. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ നടന്നിരുന്നതായി തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. നിയമത്തിനു മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദിയെന്നും കുറിപ്പിലുണ്ട്. കേസിന്റെ നാൾവഴികളിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിൽ ദീർഘമായ കുറിപ്പ് അതിജീവിത പങ്കുവച്ചത്. എട്ട് വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകാമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ തുടങ്ങുന്നു അതിജീവിതയുടെ കുറിപ്പ്. നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന ഈ നിമിഷം തിരിച്ചറിയുന്നുവെന്നും അതിജീവിത കൂട്ടിച്ചേർത്തു. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി തൻ്റെ ഡ്രൈവറോ ജീവനക്കാരനോ അല്ലായിരുന്നുവെന്നും അതിജീവിത വ്യക്തമാക്കി. ഇത്തരം പ്രചാരണങ്ങൾ ശുദ്ധ നുണയാണെന്നും 2016 താൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു സുനിയെന്നും കുറിപ്പിൽ പറയുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ തനിക്കതിൽ അത്ഭുതമില്ല എന്നും അതിജീവിത വ്യക്തമാക്കി. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നുവെന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ ജഡ്ജിയിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്നുള്ള തൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നുവെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങളും അതിജീവിത എടുത്തു പറയുന്നു. കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണെന്നും കുറിപ്പിലുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് താൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകിയത്. ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് താൻ ഹർജി നൽകിയപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി കക്ഷി ചേർന്നു. ഇത് തൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും തനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന തൻ്റെ ആവശ്യവും നിഷേധിക്കപ്പെട്ടതായി അതിജീവിത വ്യക്തമാക്കി. കഴിഞ്ഞ 8 വർഷം തന്നെ ചേർത്ത് നിർത്തിയവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ പോസ്റ്റ്. പണം വാങ്ങി അധിക്ഷേപകരമായ കമൻറ്റുകളും നുണക്കഥകളും ഉപയോഗിച്ച തന്നെ ആക്രമിക്കുന്നവരോട് അത് തുടർന്നോളൂവെന്നും അതിജീവിത പറയുന്നുണ്ട്. അതിജീവിതയുടെ കുറിപ്പിന് പിന്നാലെ നടി മഞ്ജു വാര്യരും സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടു. കോടതിയോട് ആദരവുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായെന്ന് പറയാനാവില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെങ്കിലും അത് ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നത് ഭയപ്പെടുത്തുന്നുവെന്നും പോസ്റ്റിലുണ്ട്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും പിഴയും ആണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. നടൻ ദിലീപ് അടക്കം 4 പേരെ കുറ്റവിമുക്തരാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം.
ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.